സെന്റർ ബാക്കായ റാമോസ് ബോക്സിനുള്ളിലേക്ക് ക്രോസ് നീട്ടി നൽകി. പക്ഷേ റൊണാൾഡോയുടെ തലയിൽ ഉരസി ആ അവസരം നഷ്ടമായി. ഇസ്കോയുടെ ഷോട്ട് ലക്ഷ്യം കാണാതെ പോയപ്പോഴും ആത്മവിശ്വാസം നൽകി റാമോസ് കൂടെയുണ്ടായിരുന്നു. അവസരങ്ങൾ ഓരോന്നായി നഷ്ടപ്പെടുന്നത് റയൽ ടീമിന്റെ ആത്മവിശ്വാസത്തെ ബാധിക്കുവാൻ തുടങ്ങി. ഇനി ഒരത്ഭുതം സംഭവിക്കണം. പക്ഷേ കടുത്ത റയൽ ആരാധകർ പോലും വിചാരിച്ചു കാണില്ല ആ അത്ഭുതം തങ്ങളുടെ നമ്പർ 4 എന്ന് പുറകിലെഴുതിയ ഡിഫൻഡർ ആയിരിക്കും പ്രവർത്തിക്കുന്നതെന്ന്. കളി 90 മിനിറ്റും കഴിഞ്ഞ് 5 മിനിറ്റ് ഇഞ്ചുറി ടൈമിലേക്ക് നീങ്ങി. അത്ലറ്റിക്കോ ബെഞ്ച് കളിക്കാരും സപ്പോർട്ടിംഗ് സ്റ്റാഫും തോളത്ത് കൈകളിട്ട് ഗ്രൗണ്ടിന്റെ വശങ്ങളിലേക്ക് ആഘോഷങ്ങൾക്കായി വന്നു. അത്ലറ്റിക്കോ ആരാധകർ ടീഷർട്ട് ഊരിയും കൊടികൾ പറത്തിയും ആഘോഷങ്ങൾ തുടങ്ങിയിരുന്നു. ഫൈനൽ വിസിലിന് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി. പക്ഷേ സിമിയോണി അപ്പോഴും ഡിഫൻസിന് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നു. ഫൈനൽ വിസിൽ മുഴങ്ങുന്നവരെ ഈ റയൽ ടീം പോരാടുമെന്നത് അയാൾക്ക് നല്ല നിശ്ചയമായിരുന്നു. 93-ാം മിനിറ്റിൽ കോർണർ കിട്ടിയ റയൽ കളിക്കാർക്കും ആരാധകർക്കും ഒക്കെ ഒരു കാര്യം ഉറപ്പായിരുന്നു: ഇതാണ് അവസാന അവസരമെന്ന്. അങ്ങനെ 92-ാം മിനിറ്റിലെ 48-ാമത്തെ സെക്കൻഡ് ലൂക്ക മോഡ്രിച്ച് വലത്തെ കാലിൽ നിന്ന് മുതിർത്ത കോർണർ സെർജിയോ റാമോസിന്റെ തലയിലേക്ക് ഒരൊറ്റ ചാട്ടം. പിഴവില്ലാത്ത ഹെഡ് പൊസിഷൻ, കൃത്യത നിറഞ്ഞ ഫിനിഷിംഗ്. പോസ്റ്റിന്റെ ഇടത്തെ മൂലയിലേക്ക് ആ പന്തിനെ കുത്തിച്ചു വിട്ട റാമോസ് പിന്നീട് തിരിഞ്ഞു നോക്കിയില്ല. അയാളോടി ആ ചരിത്ര നിമിഷത്തിലേക്ക്. ഫൈനലിൽ 93-ാം മിനിറ്റിൽ തന്റെ ടീമിനെ സമനിലയിലേക്ക് എത്തിച്ച അദ്ദേഹം അപ്പോൾ ചിന്തിച്ചു കാണില്ല, ഇത് ഫുട്ബോളുള്ള കാലമൊക്കെയും വാഴ്ത്തിപ്പാടുന്ന അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ട ഒരു ഗോളായിരിക്കുമെന്ന്. സ്റ്റേഡിയം ശബ്ദമുഖരിതമായി. തൂവള്ള കൊടികൾ സ്റ്റേഡിയത്തിലെങ്ങും പാറി പറന്നു. സസ്പെൻഷൻ മൂലം കാണികൾക്കിടയിൽ ഇരുന്ന് കളി കണ്ട സാബി അലോൻസോ സന്തോഷം കൊണ്ട് വിങ്ങിപ്പൊട്ടി. 1-1 എന്ന് ബിഗ് സ്ക്രീനിൽ മിന്നിക്കാണിച്ചു. റാമോസ് മാഡ്രിഡിന്റെ രക്ഷകനായി അവതരിച്ചിരിക്കുന്നു.